اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അറബി അക്ഷരമാലയിലെ ഖാഇനെ കുറിച്ചാണ്. പുള്ളിയുള്ള ഖാ. ഈ ഖാഇൻ്റെ രഹസ്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഖാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖലീഫയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിലേക്ക് എൻ്റെ പ്രതിനിധിയെ അയക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖലീഫ എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ ഒരു പദവി മനുഷ്യരാകുന്ന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ ഖാ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിലാണ് ഖലീഫയാകാനുള്ള എല്ലാ യോഗ്യതയുടെയും മാനവീയായ നിക്ഷേപം ആ സ്ഥലത്താണ്. അതിൻ്റെ ഉൾപ്പൊരുളുകളിലൂടെ ഒരാൾ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അവൻ ഖലീഫത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖലീഫ എന്ന ഏറ്റവും ഉന്നതമായ ഒരു പദവിയിലേക്ക് ഒരു മനുഷ്യനെത്തും. അസുലിയായി അവൻ ഖലീഫയാണ് എങ്കിൽ പോലും ആ ഖലീഫയാകാനുള്ള യോഗ്യത ഒരു മുറബ്ബിയായ ഷെയ്ഖുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമേ അതിലേക്കുള്ള കവാടം തുറക്കുള്ളൂ. അതിലേക്കുള്ള കവാടം തുറന്ന് ആ ഖാഇൻ്റെ പൊരുളുകളിലൂടെ അവൻ ചെല്ലുമ്പോൾ ഖലീഫത്തുള്ള എന്ന് പറയുന്ന ഏറ്റവും മഹത്വമായ ഒരു പദവിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൊണ്ടുപോവുകയാണ്. ഖലീഫത്തുള്ള എന്ന് പറയുന്നത് കേവലം ഒരു ചെറിയ പദവിയായി ആരും കണക്കാക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് കോടാനുകോടി ജീവജാലങ്ങളെ സംവിധാനിച്ചിട്ട് ആ ഖലീഫത്തുള്ളയാക്കിയത് മനുഷ്യന്മാരെയാണ്. അപ്പം അത്രയും വലിയ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് നൽകിയിട്ടുണ്ട്. ആ ഖലീഫത്തുള്ള എന്ന് പറയുന്ന ഉന്നതമായ പദവിയിലേക്ക് ഒരു മുറബ്ബിയുടെ കൈ പിടിച്ചുകൊണ്ട് ഒരു മുരീദ് എത്തുമ്പോൾ പിന്നെ അവനിലേക്ക് ഒരു ഷെയ്ഖ് നൽകുന്ന ചില ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ പ്രത്യേകമായ ഒരു ഖൽവത്തിൽ നമ്മൾ നടത്തുമ്പോൾ, ഖാലിയായുക എന്ന് പറഞ്ഞാൽ, ഖാലിയായ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒഴിവുള്ള സ്ഥലം എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് ഖൽവത്ത് ഉണ്ടാകുന്നത്. എല്ലാവരും വിചാരിക്കുന്നത് ഖൽവത്ത് എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ധ്യാനത്തിലിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നതിനേക്കാണ് എല്ലാവരും ഖൽവത്ത് എന്ന് സാധാരണ പറയാറുള്ളത്. ഖൽവത്ത് തന്നെ ലാഹിറുമുണ്ട്, ബാത്തിനുമുണ്ട്. ഖൽവത്ത് ലാഹിർ എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്നൊക്കെ അകന്നുപോയി ഒറ്റയ്ക്ക്, ഒരാളുടെയും ശബ്ദകോലാഹലങ്ങളില്ലാതെ, ഒരാളുടെയും എഴുത്തിമാതില്ലാതെ ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു രീതി. എന്നാൽ ഖലീഫത്തു ബാത്തിൻ എന്ന് പറയുന്നത് സൃഷ്ടികൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ളം എല്ലാ വസ്തുക്കളിൽ നിന്നും ഒഴിവായി അള്ളാഹുവിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും ഉന്നതമായ ഒരു രീതി. അതാണ് ഖൽവത്ത് ബാത്തിൻ. അപ്പൊ ഖൽവത്ത് ലാഹിറും വേണ്ടത് തന്നെയാണ്. ചില ഔറാദുകൾക്കും ചില വലീഫുകളൊക്കെ ചെല്ലുമ്പോൾ ശബ്ദകോലാഹലങ്ങളോ അല്ലെങ്കിൽ ഗലത്തായ സംസാരങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിനൊക്കെ മാറിയിരുന്നു കൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് ഖലീഫത്തു ബാത്തിനാണ്. അവൻ ജനങ്ങളിലൂടെ നടക്കുന്നു,
ജനങ്ങളുമായി സംസാരിക്കുന്നു, ഭാര്യയുമായി സംസാരിക്കുന്നു, കുട്ടികളുമായി സംസാരിക്കുന്നു, കുടുംബങ്ങളുമായി ബന്ധപ്പെടുന്നു. അങ്ങനെ ഇരിക്കെ തന്നെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് സകല വസ്തുക്കളോടുമുള്ള സ്നേഹവും സകല വസ്തുക്കളോടുമുള്ള അനുരാഗവും ഹൃദയത്തിൽ നിന്ന് മാറി പ്രപഞ്ചനാഥനാകുന്ന അള്ളാഹുവിനെ മാത്രം അവൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. അതിനേക്കാണ് ഖൽവത്ത് ബാത്തിൻ എന്ന് പറയുക. അത് സാധാരണ ഒരു ആൾക്ക് കഴിയില്ല. ഒരു മുറബ്ബിയായ ശൈഖുമായി ബന്ധപ്പെട്ട് ഒരു യഥാർത്ഥ മുരീദാകുമ്പോൾ അവൻ ആ അവസ്ഥയിലേക്കൊക്കെ എത്തും. ആദ്യം അവനക്ക് ഉണ്ടാകുന്നത് ഖൽവത്ത് ലാഹിർ തന്നെയാണ്, പിന്നെയാണ് ഖൽവത്ത് ബാത്തിൻ ഉണ്ടാകുന്നത്. ആ ബാത്തിനിയായ അവസ്ഥയിൽ ഓൻ ജനമധ്യത്തിലാണെങ്കിൽ പോലും ഓൻ്റെ ഹൃദയം ഖൽവത്ത് തന്നെയാണ്. അവിടെ അള്ളാഹു മാത്രമല്ലാതെ വേറൊരു വസ്തുക്കളുമായി അവനക്ക് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവന് ശൈത്താനിയായ ചില വിഷയങ്ങൾ അവൻ്റെ ഹൃദയത്തിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് ഖത്റ ശൈത്താനി എന്നാണ് പറയാം. കാരണം ഒരു മനുഷ്യന്റെ ഹൃദയം നഫ്സിന്റെ ഭാഗത്തേക്ക് തിരിയുമ്പോൾ, നഫ്സ് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, ശൈത്താനേക്കാൾ എത്രയോ ശക്തിയുള്ള സാധനമാണ് നഫ്സ്. അവന്റെ ഹൃദയം നഫ്സിന്റെ ഭാഗത്തേക്ക് തിരിയുമ്പോൾ നഫ്സിൽ നിന്ന് ചില കാഴ്ചകൾ അവന് കാണും, നഫ്സിൽ നിന്ന് ചില അടിച്ചമർത്തുകൾ അവനക്ക് കിട്ടും. അതിനേക്കാണ് ഖത്റ ശൈത്താനി എന്ന് പറയാം. എന്നാൽ അതിൽ നിന്ന് പൂർണ്ണമായി തൻ്റെ ശൈഖ് തന്ന ഔറാദുകളും വലീഫുകളും ഹൈലലുകളും മറ്റു അദ്കാറുകളും ഇഖ്തിയാരിയായ അമലുകളൊക്കെ അവൻ ചെയ്യുമ്പോൾ അവൻ ആ ഖത്റ ശൈത്താനി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഖത്റ റഹ്മാനി എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് അവൻ എത്തും. ഖത്റ റഹ്മാനി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തും തജല്ലിയാത്തുകൾ ഇങ്ങനെ വാരിതായിക്കൊണ്ടേയിരിക്കും. കാരണം അപ്പം അവൻ്റെ ഹൃദയം ആരുമായിട്ടേ ബന്ധുള്ളൂ? റഹ്മാനായ അള്ളാഹുമായിട്ടേ ബന്ധുള്ളൂ. ഖത്റ ശൈത്താനി മാറി, ഖത്റ നഫ്സാനി മാറി, ഖത്റ റഹ്മാനി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അവൻ എത്തുമ്പോൾ അവൻ്റെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തജല്ലിയാത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അണമുറിയാതെ വന്നുകൊണ്ടിരിക്കുന്ന മഹാന്മാരാകുന്ന ആളുകൾ വ്യക്തമായിട്ട് അവരെ കിതാബിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ചില ആളുകൾക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം വാരിതാകുന്നതുണ്ട്, മാസത്തിൽ വാരിതാകുന്നതുണ്ട്, ആഴ്ചയിൽ വാരിതാകുന്നതുണ്ട്. ഒരു സമയം പോലും ഒഴിവില്ലാതെ അള്ളാഹുവിൻ്റെ തജല്ലിയാത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഹൃദയങ്ങളുണ്ട്. ആ ഹൃദയം ശൈത്താനിൽ നിന്നും നഫ്സിൽ നിന്നും പൂർണ്ണമായി ഒഴിവായി അള്ളാഹുവിലേക്ക് മാത്രം തിരിയുന്നൊരവസ്ഥയിലേക്ക് വരണം. അപ്പോ ആദ്യം എന്താണ് ഖലീഫ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരാണ്? ആനക്ക് ആനയുടെ വലുപ്പം അറിയണം എന്ന് പറഞ്ഞ മാതിരി നമ്മൾ എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് ഖൽവത്ത് ലാഹിറിൽ നിന്നും ഖൽവത്ത് ബാത്തിനിൽ നിന്നും നമ്മൾ മുന്നോട്ട് പോയി നഫ്സിന്റെയും ശൈത്താന്റെയും ഷർറുകളൊക്കെ പൂർണ്ണമായി തരണം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഖത്റ റഹ്മാനി എന്ന് പറയുന്ന ഉന്നതമായ തലത്തിലേക്ക് നമ്മൾ എത്തുക. ആ സമയത്ത് ദുന്യവിയായ ഒരു കാര്യങ്ങളുമായി നമുക്ക് ഹൃദയത്തിനൊരിക്കലും ബന്ധം ഉണ്ടാവൂല, അള്ളാഹുമായിട്ടല്ലാതെ വേറൊരു ബന്ധം ഉണ്ടാവൂല. അപ്പൊ ഖാഇന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഖത്റ റഹ്മാനി എന്ന് പറയുന്ന ഉന്നതമായ തലത്തിലേക്ക് ആ അക്ഷരങ്ങൾ രഹസ്യം ഒരു മനുഷ്യനെത്തിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല രഹസ്യങ്ങളൊക്കെ അറിയാനും അതിലൂടെ മുന്നോട്ട് പോകാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മൾ അലിഫ് മുതൽ തുടങ്ങി ഇടയിൽ കുറച്ച് ക്ലാസ്സുകൾ വന്നതുകൊണ്ട് കുറച്ച് കാലതാമസം വന്നതാണ്. ഇൻഷാ അള്ളാഹ് ഇതിന് ശേഷം നമുക്ക് ഇൻഷാ അള്ളാഹ് അടുത്തത് നമ്മൾ ദാലിനെ കുറിച്ചും റായിനെ കുറിച്ചും അതുപോലെ സീനിനെ കുറിച്ചൊക്കെ ഇൻഷാ അള്ളാഹ് നമുക്ക് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.